ടെറസ് ഹോട്ടലിലെ ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റ് മന്ത്രയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാലഡാണ്. വളരെ വ്യത്യസ്തമായ, നിങ്ങൾ പലരും കഴിച്ചിരിക്കാൻ സാധ്യത കുറവുള്ള ഒരു സാലഡാണ്. ഇതിനകത്ത് ഇതിൻ്റെ പേര് ആപ്പിൾ ജാക്ക് ചിക്കൻ സാലഡ് എന്നാണ്. ഇതിനകത്ത് ആപ്പിൾ, ചിക്കൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപ്സിക്കം, ലെറ്റസ്, വാൾനട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർന്ന ഡിഷാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. രണ്ടാമത് ആപ്പിൾ, 3 ടൈപ്പ് ക്യാപ്സിക്കം, റെഡ്, യെല്ലോ, ഗ്രീൻ, ഒരു സവാള വേണം, ഒരു പീസ് ക്യാരറ്റ്, ലൈം, സെലറി, സോൾട്ട്, പെപ്പർ, മയോണൈസ്, ടൊമാറ്റോ സോസ്, ടുബാസ്കോ സോസ്, പിന്നെ വാൾനട്ട്സ്. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഡിഷാണ്, വളരെ സിമ്പിളാണ്. ആദ്യമേ നമുക്ക് ബോയിൽ ചിക്കൻ, ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്ത ചിക്കനാണ്. നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് ഒരു സവാള, ഒരു പകുതി സവാള നമുക്ക് ആവശ്യമുണ്ട്. വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. ഇനി നമുക്ക് ഇതും ചിക്കൻ്റെ കൂടെ ആഡ് ചെയ്യാം. അടുത്തതായി ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ചടിയാം. ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് മാറ്റാം. ഇനി റെഡ് ക്യാപ്സിക്കം, അതിൻ്റെ ഒരു സ്ലൈസ്. ഇതും നമുക്ക് നീളത്തിലരിയാം. സോ റെഡ് ക്യാപ്സിക്കമായി. ഇനി ഒരു പീസ് യെല്ലോ, അതും ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് ആഡ് ചെയ്യുക. ഗ്രീൻ ക്യാപ്സിക്കം, അത് വളരെ കുറച്ച് മതി. സോ വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട എന്താണ് ആപ്പിൾ. നമുക്ക് സ്കിന്ന് കളഞ്ഞ് യൂസ് ചെയ്യാം, സ്കിന്ന് കളയാതെ യൂസ് ചെയ്യാം. I prefer with skin on. ആപ്പിൾ ഇതുപോലെ കനം കുറച്ചരിയുക. ആപ്പിൾ നമ്മളിതിലേക്ക് മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സെലറി, ചോപ്ഡ് സെലറി, കുറച്ച് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോൾട്ട് ആൻഡ് പെപ്പർ. ആദ്യം പെപ്പർ, ഒരു ½ ടീസ്പൂൺ പെപ്പർ, ½ ടീസ്പൂൺ സോൾട്ട്, മയണൈസ്, ഒരു 2 ടൊമാറ്റോ സോസ്, അതും ഒരു 2 ടേബിൾ സ്പൂൺസ്. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മയണൈസ്, ടൊമാറ്റോ സോസ്, സോൾട്ട്, പെപ്പർ, ഇത്രയും സാധനമാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ചേർത്തുള്ള ക്രഞ്ചി ആയിട്ടുള്ളൊരു സാലഡാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യണത്. ഇതിനകത്ത് ടുബാസ്കോ സോസ് ഒരു ½ ടീസ്പൂൺ ടുബാസ്കോ സോസ്. വളരെ സ്പഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു സോസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സാലഡ് എല്ലാം നല്ല കമ്പൈൻ ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം.
നമുക്ക് സാലഡ് എല്ലാം നന്നായിട്ട് കമ്പൈൻ സോസ് എല്ലാം നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ലെറ്റൂസ്, ഇനി നമുക്ക് വേണ്ടത് വാൾനട്ട്സ് ആണ്. വാൾനട്ട്സ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മാറ്റി വെച്ച സെലറി, ഒരു പീസ് ലൈം. ഭക്ഷണപ്രിയർക്ക് പ്രിയപ്പെട്ട മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.